ഡൽഹിയിൽ നടന്നത് ചാവേർ സ്ഫോടനമോ അതോ സ്ഫോടക വസ്തുക്കൾ കടത്തുമ്പോൾ അബദ്ധത്തിൽ പൊട്ടിയതോ? കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പൊട്ടിത്തെറിച്ചതെന്ന CCTV ദൃശ്യങ്ങളിലെ കണ്ടെത്തലാണ് ചാവേർ ആക്രമണമല്ല എന്ന സംശയം ബലപ്പെടുത്തുന്നത്. സ്ഫോടനത്തിന് ഉപയോഗിച്ച രാസവസ്തുക്കളല്ലാതെ എക്സ്പ്ലോസീവ് ഡിവൈസ് ഒന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. ഭീകരർ സൈന്യം ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചെന്നാണ് സൂചന. കൂട്ടാളികൾ പിടിയിലായതോടെ ഡോക്ടർ ഉമർ നബി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ സ്ഫോടനം ഉണ്ടായതാകാമെന്ന നിഗമനത്തിലാണ് അന്വേഷണ ഏജൻസികൾ. സ്ഫോടനത്തിന് പിന്നാലെ രാജ്യതലസ്ഥാനം അതീവ ജാഗ്രതയിലാണ്. बॉम्ब ब्लास्ट हुआ है लाल किले के सामने। ഡൽഹിയിൽ നടന്നത് ചാവേർ ബോംബ് സ്ഫോടനമാണോ അതോ സ്ഫോടക വസ്തുക്കളുമായി പോകുന്ന കാർ അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചാണോ? ഇതിൽ ഏതെങ്കിലും ഒന്നിന് സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ഈ വഴിക്കുള്ള അന്വേഷണമാണ് പ്രധാനമായും അന്വേഷണ ഏജൻസികൾ നടത്തുന്നത്. ഇത് ഒരു ചാവേർ സ്ഫോടനമല്ല എന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് എത്താൻ ചില കാരണങ്ങളുണ്ട്. കാരണം ഈ സ്ഫോടന സ്ഥലത്ത് നടത്തിയ വിശദമായ പരിശോധനയിൽ എവിടെയും സ്ഫോടനത്തിന് ഉപയോഗിച്ച രാസവസ്തുക്കളുടെ അംശങ്ങൾ കണ്ടെത്തുകയല്ലാതെ എക്സ്പ്ലോസീവ് ഡിവൈസിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പാർട്സുകളോ ഇതുവരെ കണ്ടെത്താൻ, ഇലക്ട്രോണിക്സ് പാർട്ടുകളോ വയറുകളോ ബാറ്ററികളോ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ട് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാസവസ്തുവിൻ്റെ അംശങ്ങൾ മാത്രമാണ് കണ്ടെത്തിയത് എന്നാണ് ശാസ്ത്രീയമായി ഇത് ഒരു ചാവേർ ബോംബ് സ്ഫോടനമല്ല എന്നുള്ള സംശയത്തിലേക്ക് എത്തിക്കുന്നത്. കാരണം എക്സ്പ്ലോസീവ് ഡിവൈസ് ഉപയോഗിച്ച് ഈ രാസവസ്തുവിനെ ഒരു ബോംബാക്കി യഥാർത്ഥത്തിൽ മാറ്റിയിരുന്നില്ല. പക്ഷേ ഈ രാസവസ്തുക്കൾ മറ്റെന്തോ കാരണത്താൽ പല കാരണങ്ങളാൽ പൊട്ടിത്തെറിക്കാം. അങ്ങനെ പൊട്ടിത്തെറിച്ചാവാം എന്ന് കരുതുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, ചാവേർ ബോംബ് സ്ഫോടനത്തിന് സാധാരണഗതിയിൽ കാറിലാണ് സ്ഫോടനം ഉപയോഗിക്കുന്നതെങ്കിൽ ലോകത്താകമാനം തീവ്രവാദികൾ ഉപയോഗിക്കുന്നത് കാറ് വളരെ വേഗത്തിൽ ഓടിച്ച് ഏതെങ്കിലും ആൾക്കൂട്ടത്തിനിടയിലേക്കോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളിലേക്കോ സ്ഥലങ്ങളിലേക്കോ എത്തിക്കുക, അവിടെ വെച്ച് പൊട്ടിച്ചിതറുക എന്നുള്ളതാണ്. വാഹനം വേഗത്തിലാവുന്നതും അതിൻ്റെ ഇടിയുടെ ആഘാതമെല്ലാം ചേരുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ബോംബ് സ്ഫോടനത്തിൻ്റെ ആഘാതം വർദ്ധിക്കും. അങ്ങനെയല്ല ഇതുണ്ടായത്. ഇത് ഒരു സിഗ്നൽ ലൈറ്റിൽ വളരെ സാവധാനത്തിൽ സിഗ്നൽ ലൈറ്റിൽ നിന്ന് കാറ് നീങ്ങുന്നു, പൊടുന്നനെ പൊട്ടിത്തെറിക്കും. തൊട്ടടുത്തൊക്കെ വാഹനങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ വാഹനങ്ങളിലേക്കെല്ലാം ഈ തീ വ്യാപിക്കുകയും അല്ലെങ്കിൽ ആ പൊട്ടിത്തെറിയുടെ ആഘാതം ഉണ്ടാവുകയും അടുത്തടുത്ത് ആളുകൾ ഉണ്ടായിരുന്നുകൊണ്ട് അതിന് മരണം സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്നു. അത് ഒരു സംശയമായി നിൽക്കുന്നു. മൂന്നാമത്തെ ഒരു വിഷയം, ഇത്തരം ഒരു ചാവേർ ബോംബ് സ്ഫോടനം നടത്താൻ ഇത് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ വിമോചിപ്പിക്കണം അല്ലെങ്കിൽ ജമ്മു കാശ്മീർ ഒരു സ്വതന്ത്ര കാശ്മീരാക്കണം അല്ലെങ്കിൽ പാകിസ്ഥാനെ കേന്ദ്രമാക്കണം എന്നൊക്കെ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന, പാകിസ്ഥാൻ ഫണ്ട് ചെയ്യുന്ന, പൂർണ്ണമായും ISIയുടെ കാർമ്മികത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ ജെയ്ഷെ മുഹമ്മദ് ആണ് ഇതിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. അങ്ങനെയാണെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് ഇത്തരം ഒരു സ്ഫോടനത്തിന് വേണ്ടി അവരുടെ ഒരാളെ ചാവേറായി ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നും ഈ രംഗത്തെ വിദഗ്ധരൊക്കെ വിലയിരുത്തുന്നുണ്ട്. കാരണം ജെയ്ഷെ മുഹമ്മദിന് ആഗോളതലത്തിൽ തന്നെയുള്ള പല ഏജൻസികളും പറയുന്നത് പരമാവധി പോയാൽ 500-ൽ താഴെ ആളുകൾ മാത്രമാണ്, അല്ലെങ്കിൽ ഈ തരത്തിലേക്ക് പടയാളികളായി ഉള്ളത്, അവരുടെ ഈ ചാവേറുകളായോ അല്ലെങ്കിൽ അവർക്ക് ഈ ഭീകരരുടെ ഒരു സംഘം, അങ്ങനത്തെ ഒരു ഭീകര സംഘത്തിൽ നേരിട്ട് ആക്ഷനിൽ പങ്കെടുക്കാൻ കഴിയുന്നൊക്കെ 500-ൽ താഴെ ആളുകൾ മാത്രമേ ഉള്ളൂ. അവർ ഇത്തരം ഒരു കാര്യത്തിന് വേണ്ടി ഒരാളെ ചാവേർ ഉപയോഗിക്കാൻ കഴിയില്ല. സാധാരണഗതിയിൽ അവർക്ക് ഈ കാറ് ഏതെങ്കിലും തിരക്കുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തി ആൾ മാറി റിമോട്ട് കൺട്രോളിലൂടെയൊക്കെ തകർക്കാൻ കഴിയുന്ന ഒന്നാണ്. അത് ഉപയോഗിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്. എന്തായാലും അത്തരം സംശയങ്ങളൊക്കെ ശക്തമായി തന്നെ നിൽക്കുകയാണ്. ഈ കാർ ഓടിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന, അല്ലെങ്കിൽ ഈ സ്ഫോടനം നടത്തിയെന്ന് ചാവേർ എന്നൊക്കെ കരുതപ്പെടുന്ന ഉമർ നബി എന്ന് പറഞ്ഞ ഡോക്ടർ ഉമർ നബി, അയാൾ പിടിക്കപ്പെടുമെന്ന് ഏറെക്കുറെ അയാൾക്ക് ഉറപ്പായിരുന്നു. അയാളുടെ കൂട്ടാളികളിൽ നിന്നാണ് 2000-ഓളം കിലോ സ്ഫോടക വസ്തുക്കളൊക്കെ കണ്ടെടുത്തത്, AK-47 തോക്കുകൾ കണ്ടെടുത്തത്, ഈ മറ്റ് ഡോക്ടർമാരെ അടക്കം പിടിക്കപ്പെട്ടത്. അയാൾ പിടിക്കപ്പെട്ടപ്പോൾ അയാളുടെ പക്കലുണ്ടായിരുന്ന സ്ഫോടക വസ്തുവുമായി അയാൾ മറ്റിടത്തേക്കും പോയതാവാം, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ മാനസിക ഇതിൽ ചിലപ്പോൾ ഈ അബദ്ധത്തിൽ ഇത് പൊട്ടിത്തെറിച്ചാവാം. അങ്ങനെ പല പല കാരണങ്ങളാണ് നിൽക്കുന്നത്. എന്തായാലും ഇതൊരു ആസൂത്രിതമായ ചാവേർ ബോംബ് സ്ഫോടനത്തിൻ്റെ സ്വഭാവമല്ല ഇതിന് എന്നുള്ള പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ ഏജൻസിയിലുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ അന്വേഷണത്തിൽ ഇത് കൃത്യമായി അറിയാൻ കഴിയും. बॉम्ब ब्लास्ट हुआ है लाल किले के सामने।